ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ട് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 64 കോടി രൂപ അനുവദിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ എം.പിക്ക് ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകി. ഉന്നതതല യോഗത്തിൽ NHAI അംഗം വെങ്കിട്ട രമണയാണ് എം.പിക്ക് ഉറപ്പ് നൽകിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 64 കോടി രൂപ അനുവദിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ എം.പിക്ക് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് NHAI അംഗം വെങ്കിട്ട രമണയുടെ ഉറപ്പ്. വെള്ളപ്പൊക്ക നിവാരണ പ്രവൃത്തികൾ ചെയ്യുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക സൌകര്യങ്ങളുടെ അപര്യാപ്തത കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനാൽ പൊതുമരാമത്ത് വകുപ്പ് ഈ ചുമതല ഏറ്റെടുക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ള യോഗത്തെ അറിയിച്ചു. തദ്ദേശ വകുപ്പുമായി കൂടിയാലോചിച്ച് സർക്കാർ തലത്തിൽ എത്രയും വേഗം അന്തിമ തീരുമാനമെടുക്കുമെന്നും അദീല അബ്ദുള്ള യോഗത്തിൽ ഉറപ്പു നൽകി. ആലപ്പുഴ, കലവൂർ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി, കായംകുളം തുടങ്ങിയ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ ദേശീയപാത ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാരണം ജനങ്ങൾ നേരിടുന്ന പ്രയാസം എം.പി. നിരവധി തവണ ഉപരിതല ഗതാഗത മന്ത്രിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ നിരവധി തവണ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരത്തിന് നടപടികൾ വേണമെന്ന് ഉദ്യോഗസ്ഥരോടുൾപ്പെടെ വേണുഗോപാൽ എം.പി. ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 64 കോടി രൂപ അനുവദിച്ചത്. അടിപ്പാത നിർമ്മിക്കുമ്പോൾ 8 മീറ്ററിൽ കൂടുതൽ ഉയരം ആവശ്യമായ സ്ഥലങ്ങളിൽ വയഡക്റ്റുകൾ നിർമ്മിക്കാനും ധാരണയായി. കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കെ.സി. വേണുഗോപാൽ എം.പിയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ലിജുവും യോഗത്തിൽ പറഞ്ഞു. ഇതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് അതോറിറ്റി അധികൃതർ ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ തകരുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. അതിന് ശാശ്വത പരിഹാരം ദേശീയപാത അതോറിറ്റി സ്വീകരിക്കണം. അടിക്കടി അപകടവും സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കുമ്പോഴും അത് പരിഹരിക്കുന്നതിൽ NHAIയുടെ ഭാഗത്ത് ഗുരുതര അലംഭാവമാണുള്ളതെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. വിമർശിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാതയിലുടനീളം അടയാള ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിക്കാനും ധാരണയായി. ഹരിപ്പാട് മാലിന്യ ജല പ്രശ്നം, ചേപ്പാട് പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നിവ പരിഹരിക്കാനും യോഗത്തിൽ എം.പി. നിർദ്ദേശിച്ചു. കരുനാഗപ്പള്ളിയിൽ വടക്കു ഭാഗത്തേക്ക് ഉയരപ്പാതയുടെ നീളം കൂട്ടും. ഹരിപ്പാട് ജംഗ്ഷനിൽ നിന്നും വടക്കു ഭാഗത്തേക്ക് പിള്ളത്തോട് വരെ പില്ലർ എലിവേറ്റഡ് ഹൈവേ നീട്ടാനും ധാരണയായി. ഓച്ചിറയിലും പില്ലർ ഹൈവേ നിർമ്മിക്കാൻ ധാരണയായതായി ദേശീയപാത അതോറിറ്റി അറിയിച്ചു. അമ്പലപ്പുഴയിൽ 140 മീറ്റർ പില്ലർ ഹൈവേ സ്ഥാപിക്കും. സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാനും കെ.സി. വേണുഗോപാൽ നിർദ്ദേശം നൽകി. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ തുറവൂർ ജംഗ്ഷനിൽ നിന്നും തെക്ക് വശത്തേക്കുള്ള നീളം കൂട്ടുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഞ്ചാരത്തിന് തുറന്നുകൊടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്.